If not, you are free. You can get out of the church. You can get out of the church. If you are a Catholic, you are supposed to believe in. ഇല്ലെന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കാത്തലിക് അല്ല. ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദി ചർച്ച്. പ്രിയമുള്ളവരെ, അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി ലെറ്ററുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചില വാദമുഖങ്ങൾ നമുക്കൊന്ന് കേട്ട് മുന്നോട്ട് പോകാം. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രമിക്കാം. ദേശപ്രവർത്തകർ, താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഈ ഡോഗ്മാസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് എത്ര ഡോഗ്മാസ് ഉണ്ടെന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? ശരിയാണ്, താങ്കൾ പറഞ്ഞ പോലെ 1950 അതായത് സ്വർഗത്തിലേക്ക് രാജ്മറി എടുക്കപ്പെട്ടെന്ന് ഇങ്ങനെ വിശ്വസിക്കുന്ന ഡോഗ്മ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഡോഗ്മ വന്നാൽ പോലും ഇഫ് യു ആർ എ കാത്തലിക് യു ആർ സപ്പോസ് ടു ബിലീവ് ഇൻ. ഇല്ലെന്നുണ്ട് യു ആർ ഫ്രീ. അത് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കാത്തലിക് അല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല. വൺസ് ഇറ്റ് ഈസ് മെയ്ഡ് എ ഡോഗ്മ, അതായത് ഒരു ഡോക്ടറിനല്ല ഡോഗ്മ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ കാത്തലിക് യു ആർ സപ്പോസ് ടു ബിലീവ്. അത് ബിലീവ് ചെയ്തില്ലെങ്കിൽ അത് ഇതുവരെ ഉള്ളതല്ല ഞാൻ പറയുന്നത്, വരാൻ പോകുന്ന ഭാവിയിലോട്ടും എന്തെങ്കിലും ഒരു കാര്യം കാത്തലിക് ചർച്ച് ഡോഗ്മ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഡോഗ്മ ഇഫ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് യു ഹാവ് ടു ബിലീവ്. അതായത് ഇത്ര നാളത്തെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പം അതായത് തിയോട്ടോക്കോസ് ഒക്കെ ആദിമസഭയെ പറഞ്ഞതാണ്, തിയോട്ടോക്കോസ് പറഞ്ഞാണ്, യവോ വേർജിൻ അത് പറഞ്ഞാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇമാക്കുലേറ്റ് കൺസെപ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക എന്ന് പറയുന്നത് 1950 പറയാമെന്ന് പറയുന്നത്. പക്ഷേ ഈ 1950 ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാവിയിലോട്ട്, അതായത് 100 വർഷം കഴിഞ്ഞ് കത്തോലിക്ക സഭ എന്തെങ്കിലും പുതിയതായിട്ടൊരു ഡോഗ്മ ഉണ്ടാക്കുവാണെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന സകല കത്തോലിക്കരെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. If you don't believe in the dogmas of the Catholic Church, you are not a member of the Catholic Church. ആദ്യമായിട്ടത് മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് ഇന്ന് ഉണ്ടാക്കി നാളെ ഉണ്ടാക്കുന്നല്ല. ദാറ്റ് ഈസ് കോൾഡ് എന്നാ പറയുന്നത് പ്രോഗ്രസീവ് റെവലേഷൻ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഐ ഷാൽ സെൻഡ് യു പാരാക്ലീറ്റസ്, ഹോളി സ്പിരിറ്റിനെ നിങ്ങൾക്ക് അയച്ചു തരും. ആ ഓരോ ദിവസം പുതിയ പുതിയ വെളിപ്പാടുണ്ടാകുകയാണ് ഒന്നത്. കർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുതിയ പുതിയതായിട്ട് പറയുകയാണ്. അത് സഭയുടെ അധികാരമാണ്, സഭ കൊണ്ടുവരികയാണ്. സഭയെന്ന് പറയുന്നത് ദി ആർ ദ സക്സസേഴ്സ് ഓഫ് ദ അപ്പോസൽസ്. അപ്പോസൽസ് ഫുൾ അധികാരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കർത്താവ് എന്നാ പറയുന്നത്, ജൂഡസ് ഇസ്കാരിയോട്ട് മരിച്ചു, പിന്നെ ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് എന്താ ബൈബിൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പുതിയ ഒരാളെ എടുക്കാനായിട്ട്? പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും കൂടി അവർ ആലോചിച്ച് കഴിഞ്ഞിട്ട് പുതിയ ഇമ്മീഡിയറ്റ്ലി അവർ മത്യാസ് പറഞ്ഞ ആളെ എടുത്ത് ഇതുപോലെ ബൈബിളിൽ എഴുതിച്ചിരിക്കുന്ന കാര്യമാണോ? നോ, ബിക്കോസ് ദേ വർ ഗിവൺ ഫുൾ പവർ, ഫുൾ അതോറിറ്റി. ആ അതോറിറ്റി അവർ എക്സസൈസ് ചെയ്തിട്ടാണ് പുതിയ ഒരാളെ മത്യാസിനെ എടുക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഭാവിയിലോട്ട് സെയിം ആണ്. അല്ല, ഞാനത് പറയുന്നുള്ളൂ. ഇപ്പോൾ താങ്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് എന്നാ പറയുന്നത്, എനിക്കിഷ്ടമുള്ള പോലെ കത്തോലിക്ക സഭ പോകണമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇഫ് യു ആർ എ മെമ്പർ ഓഫ് ദ കാത്തലിക് ചർച്ച് യു ഹാവ് ഇറ്റ് ടു ബിലീവ്. ഇല്ലെന്നുണ്ട് യു ആർ ഫ്രീ. എടാ 1.8 ബില്യൺ ആൾക്കാരുള്ളത് ഈ 1.4 ബില്യൺ ആൾക്കാർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എത്രയാ 6.6 ബില്യൺ പീപ്പിൾ കത്തോലിക്കരല്ല. പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, പെന്തക്കോസ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവനവനേസം പറയുന്ന ആൾക്കാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. യു ആർ ഫ്രീ. ബട്ട് ഇഫ് യു ക്ലെയിം ടു ബി കാത്തലിക്, യെസ് യു ഹാവ് ടു. അതായത് മാതാവിൻ്റെ ഈ എന്നാ പറയുന്ന അത്ഭുതങ്ങളൊന്നും വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ പ്രാർത്ഥനയെ പോലെ തന്നെ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ആസ് എ കാത്തലിക് ചർച്ച പറയുന്ന കാര്യങ്ങൾ, അതായത് കാത്തലിക് ചർച്ച ആസാർ പറഞ്ഞ പോലെയല്ല, നിത്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്നത് വി ബിലീവ് ഇൻ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോലിക് 4 വിശേഷമുള്ള ആ ചർച്ചിൽ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ 100 വർഷം കഴിഞ്ഞിട്ട് 1000 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഡോഗ്മയായിട്ട് ആരെങ്കിലും കത്തോലിക്ക ചർച്ച് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു. അന്ന് ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ കാത്തലിക്. ഇഫ് നോട്ട് യു ആർ ഫ്രീ യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദി ചർച്ച്. ഡോണ്ട് ക്ലെയിം ടു ബി എ കാത്തലിക് മെമ്പർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഐ എം സോറി. കഴിഞ്ഞ ദിവസം എനിക്ക് വിദേശത്തു നിന്ന് വന്ന ഒരു കോളാണ്. ഇദ്ദേഹം ഒത്തിരി നേരം സംസാരിച്ചു. അതിനുശേഷം എനിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച്
ഏതൊരു കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയും, ഞാൻ അടക്കുന്ന ഓരോ വ്യക്തിയും ഒരു റോമൻ ആധിപത്യത്തിന്റെ അടിമത്തത്തിലാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് റോമൻ സായിപ്പിന്റെയോ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന ഏത് തിന്മ പ്രഖ്യാപിച്ചാലും ദൈവവചന വിരുദ്ധമായോ വിശുദ്ധ ബൈബിളിനോ യാതൊരുവിധ അപ്പസ്തോലിക അടിസ്ഥാനമോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ അടിമത്തമുള്ള ഒരുവനാണ് ഒരു കത്തോലിക്ക വിശ്വാസി എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അതിന് അദ്ദേഹം ഉപയോഗിച്ച ചില കാര്യങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട വിഷയമാണ് വിശുദ്ധ ബൈബിളിൽ എന്തിനു വേണ്ടിയിട്ടാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തത്? അത് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അനുദിനം പുതിയ പുതിയ വെളിപ്പാടുകൾ വരുന്നതനുസരിച്ച് സഭയ്ക്ക് അതിന് അധികാരമുണ്ട്, സഭ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് കത്തോലിക്ക സഭ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, അങ്ങനെ ഓരോ ദിവസവും തോന്നിയ വിധം പുതിയ പുതിയ വെളിപ്പാടുകൾ വരുന്നത് അംഗീകരിക്കണമോ വേണ്ടയോ? എന്താണ് അപ്പസ്തോലിക പാരമ്പര്യം എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ, ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതായത് ആകാശത്ത് നിന്ന് ഒരു ദൂതനോ, ഇനി വേണ്ട അപ്പസ്തോലന്മാർ തന്നെയോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പസ്തോലിക പാരമ്പര്യത്തിലുള്ളവരെന്നോ ഈ അധികാരത്തിൽപ്പെട്ടവരെന്നോ സഭാ നേതൃത്വമെന്നോ പറയുന്ന ഏത് വ്യക്തി വന്ന് ഒരു പുതിയ കാര്യം ക്രിസ്തു പ്രഘോഷിച്ച, അപ്പസ്തോലന്മാർ അടിസ്ഥാനമിട്ട, കൃത്യമായി നമുക്ക് എഴുതി തന്ന ഈ വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായ ഏത് ഡോക്മയോ ഏത് വിശ്വാസമോ പ്രചരിപ്പിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ അത് വിശ്വസിക്കേണ്ട ആവശ്യം ഒരു വിശ്വാസിക്കോ ഒരു കത്തോലിക്കനോ ഇല്ല എന്നുള്ളത്, ഇത് സഭയുടെ വിശ്വാസം എന്തുമാകട്ടെ അല്ലെങ്കിൽ ഡിനോമിനേഷൻ ഫൈറ്റുകൾ എന്തുമാകട്ടെ, അപ്പസ്തോലൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. ഓരോ ദിവസവും വരുന്ന വെളിപ്പാടനുസരിച്ചല്ല മുന്നോട്ട് പോകേണ്ടത്. അപ്പസ്തോലിക പാരമ്പര്യം അനുസരിച്ച്, അവർ നമ്മളോട് പറഞ്ഞ പ്രഘോഷണം അനുസരിച്ച്, സുവിശേഷം അനുസരിച്ച്, അവരുടെ പ്രസംഗം അനുസരിച്ച്, അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് വിശുദ്ധ ബൈബിൾ അപ്പസ്തോലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്ന ആഹ്വാനം. അപ്പോ 100 വർഷം കഴിഞ്ഞിട്ടോ ഇനി 1000 വർഷം കഴിഞ്ഞിട്ടോ സ്വവർഗ വിവാഹം അതൊരു ഡോക്മയായിട്ട് പ്രഖ്യാപിക്കുകയോ, എന്ത് തന്നെ ഡോക്മയായിട്ട് പ്രഖ്യാപിച്ചാലും അത് അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട ഒരു വിശ്വാസിക്ക് കടമയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. വീണ്ടും അങ്ങനെ അനുദിനം തോന്നുന്നത് ചെയ്ത ഒരു സഭയാണ് അപ്പസ്തോലിക സഭ എന്ന് പറയാൻ ഇദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് 11 പേര്, 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത, അദ്ദേഹം നഷ്ടപ്പെട്ടപ്പോ, മരണപ്പെട്ടപ്പോ ആ 12ാമനായി മറ്റൊരുവനെ തെരഞ്ഞെടുത്തു. ഇത് ആരെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടാണോ? ഇല്ല, ബൈബിളിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അപ്പസ്തോലന്മാർക്ക് തോന്നി, അവർ തെരഞ്ഞെടുത്തു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. വിശുദ്ധ ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അപ്പസ്തോല പ്രവൃത്തി അതിന്റെ 1-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ, ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽ ദാമ എന്ന് വിളിക്കപ്പെടുന്നു. അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിൽ സങ്കീർത്തനം 109ന്റെ 8ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അപ്പസ്തോലനായ പത്രോസ് പറയുക, നമ്മളിൽ 12 പേരിൽ നഷ്ടപ്പെട്ട യൂദാസിന് പകരം മറ്റൊരുവനെ തെരഞ്ഞെടുക്കണം. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? അവന്റെ ശുശ്രൂഷ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞ സങ്കീർത്തനത്തിലെ പ്രവചനത്തിന്റെ പൂർത്തീകരണം, ദൈവവചനത്തിൽ എഴുതപ്പെട്ട വചനത്തിന്റെ പൂർത്തീകരണ പ്രകാരമാണ് അപ്പസ്തോലന്മാർ അത് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പസ്തോലന്മാർക്ക് കൃത്യമായി പഴയ നിയമത്തിലോ ദൈവവചനത്തിലോ പുതിയ നിയമത്തിലോ കൃത്യമായ ഒരു ദൈവത്തിന്റെ പ്രബോധനം ഉണ്ടായിരിക്കണമെന്ന് അവർക്കൊരു അടിസ്ഥാനമുണ്ടായിരുന്നു. ആർക്കാണ് ഈ അടിസ്ഥാനമില്ലാത്തത്? ഞങ്ങൾക്ക് തോന്നിയ പോലെ 100 വർഷം കഴിഞ്ഞിട്ടോ 1000 വർഷം കഴിഞ്ഞിട്ടോ പുതിയത് എന്തും പ്രഖ്യാപിക്കാനുള്ള അധികാരം, അങ്ങനെ ഒരു അവകാശം സഭയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് മാത്രം അംഗീകരിച്ചേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെ ഒരുവൻ അംഗീകരിച്ചില്ലെങ്കിൽ അവൻ സഭയ്ക്ക് പുറത്താണ്. ഗെറ്റ് ഔട്ട്, കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുക എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, ഈ മലയാള ഭാഷയിൽ
കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വൈകാരികമായി തീരും പെട്ടെന്ന്. അപ്പം അതുകൊണ്ട് പറയാൻ, പ്രത്യേകിച്ച് വൈകാരികമായ നിമിഷങ്ങൾ പ്രകടിപ്പിക്കാൻ ഇംഗ്ലീഷ് ഭാഷയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് കാത്തോലിക്ക ചർച്ച്, കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോവുക. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രഖ്യാപിത നയം പലപ്പോഴായി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോകേണ്ടത് ഞാനല്ല, പുഴുക്കുത്തുകളായി സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങൾക്കെതിരെ, അപ്പസ്തോലിക പാരമ്പര്യങ്ങൾക്കെതിരെ, വിശുദ്ധ ബൈബിളിനെതിരെ, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കെതിരെ നിൽക്കുന്ന പല അധികാരികളും, ആ അധികാരികളാണ് പുറത്തു പോകേണ്ടത്. അവർ ചെയ്തു വച്ചിരിക്കുന്ന ദൈവവചനത്തിന് അടിസ്ഥാനമില്ലാത്ത പാരമ്പര്യങ്ങളാണ് പുറത്തു പോകേണ്ടത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള, ഈ ബാബുച്ചേട്ടനെ പോലെയുള്ള ചില പുഴുക്കുത്തുകളാണ് സത്യം തിരിച്ചറിയേണ്ടതും പുറത്തു പോകേണ്ടതും എന്നുള്ളത് എത്ര പേര് ഇനിയും തിരിച്ചറിയാനുണ്ട് എന്നെനിക്കറിയത്തില്ല. പ്രിയമുള്ളവർ, നമ്മളാണോ പുറത്തു പോകേണ്ടത്? ജനിച്ച് വളർന്ന് അപ്പസ്തോലികമായ പാരമ്പര്യമുള്ള ഈ വിശുദ്ധ സഭയിൽ നിന്നും ഞാനും നിങ്ങളുമാണോ പുറത്തു പോകേണ്ടത്? അതെയോ ഈ സഭയെ നശിപ്പിക്കുന്ന, ഈ സഭയെ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പുഴുക്കുത്തുകളാണോ പുറത്തു പോകേണ്ടത് എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. വിശുദ്ധ കുർബാനയും ആത്മാവിലും സത്യത്തിലും ദൈവത്തിലും ആരാധിക്കേണ്ട, ദൈവത്തെ സ്വീകരിക്കേണ്ട വിശ്വാസികളുടെ ഒന്നടങ്കമുള്ള ഒരു സഭയാണോ പുറത്തു പോകേണ്ടത്? അതെയോ അതിനെ എതിർക്കുന്ന, പാരമ്പര്യം എന്ന് പറഞ്ഞ് വിശുദ്ധമല്ലാത്ത പലതിനെയും ഇതിൻ്റെ അകത്ത് തിരികെ കയറ്റിയ പുഴുക്കുത്തുകളാണോ പുറത്തു പോകേണ്ടത് എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക, സ്വയം ചിന്തിക്കുക. 1854 9-ാം പീയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച അമലോത്ഭവം എന്ന് പറയുന്ന ഒരു വിശ്വാസം, ഇതിനെക്കുറിച്ചായിരുന്നു ഞാൻ ഇദ്ദേഹത്തോട് കൂടുതലായിട്ട് സംസാരിച്ചൊരു വിഷയം. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വിഷയമാണ്, അത് 1854 ഇനി 1950 പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ അത് നീ വിശ്വസിച്ചേ പറ്റൂ. അതർവൈസ് നീ സഭയ്ക്ക് പുറത്താണ്, നീ പുറത്തു പോകണം, ഗെറ്റ് ഔട്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ആർഗ്യുമെന്റ് എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ചില പുസ്തകങ്ങൾ, സത്യം പറഞ്ഞാൽ പല പുസ്തകങ്ങളും വായിക്കേണ്ട എന്ന് കരുതി തന്നെ മുന്നോട്ട് പോയതാണ്. എങ്കിലും ഇദ്ദേഹത്തെ പോലുള്ളവർ എന്നെ ചില പുസ്തകങ്ങൾ വായിപ്പിച്ചേ അടങ്ങും. ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം ഇതാണ്, സഭയ്ക്ക് ഉത്തരമുണ്ടോ? ഫാദർ ആന്റണി നെല്ലിക്കാട്ട് CMI നമുക്ക് എഴുതി തന്നിരിക്കുന്ന സഭയ്ക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാകുന്ന ചില പുസ്തകമാണ്. ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കാൻ പോകുന്നത് 186-ാമത്തെ പേജ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം മറിയം അമലോത്ഭവത്തെക്കുറിച്ച്, ആ സിദ്ധാന്തത്തെക്കുറിച്ചാണ്, മാതാവിന്റെ അമലോത്ഭവ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധമായ ഒരു വ്യാഖ്യാനം ആവശ്യപ്പെടുന്നു. പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തപരമായ ഉൾക്കാഴ്ചയിൽ നിന്ന് എന്നതിനേക്കാൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നാണ് മറിയത്തിന്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ആദ്യം ഉരുത്തിരിഞ്ഞത്. അപ്പോൾ ഈ സിദ്ധാന്തം ആദ്യം ഉരുത്തിരിഞ്ഞത് എവിടെ നിന്നാണ് എന്നുള്ളത് ഈ പുസ്തകം പറയുന്നത്, ഇത് വിശ്വാസികളുടെ വൈകാരികമായ ചില മേഖലകളിൽ നിന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക, പല സിദ്ധാന്തങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത് പലരുടെയും ഹൃദയത്തിലെ വൈകാരികമായ, ഇമോഷണൽ ആയിട്ടുള്ള ചില മേഖലകളിൽ നിന്നാണ് എന്നുള്ളത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകം തന്നെ നമുക്ക് സാക്ഷ്യം നൽകുക. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വൈകാരികമായ, ഇമോഷണൽ. തിയോളജിക്കലായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു വെക്കണമെങ്കിൽ, അത് സ്ഥാപിക്കണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ അതിന് തെളിവുകൾ ഉണ്ടാകണം, അപ്പസ്തോലികമായ ഒരു പാരമ്പര്യം ഉണ്ടാകണം, അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിൽ നിന്നായിരിക്കണം ഈ ഒരു സിദ്ധാന്തം ഉരുത്തിരിഞ്ഞു വരേണ്ടത്. അതിനെയാണ് നമുക്ക് ഡോക്മയായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുക. എന്നാൽ ഈ പുസ്തകം തന്നെ പറയുന്നു ഇത് തികച്ചും വൈകാരികമാണ്, ഒരിക്കലും തിയോളജിക്കൽ അല്ല, ഇമോഷണോളജിയാണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ഞാനല്ല പറഞ്ഞത്, ഈ പുസ്തകം തന്നെയാണ് നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന്റെ അടുത്ത പാരഗ്രാഫ് നമുക്ക് ഒത്തിരി വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ വായിക്കുമ്പോൾ, സകല സൃഷ്ട വസ്തുക്കളിലും വെച്ച് പരമവിശുദ്ധമായ മറിയം സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ക്രിസ്തുവിലൂടെയുള്ള സാർവത്രിക രക്ഷയുമായി അമലോത്ഭവത്തെ പൊരുത്തപ്പെടുവാൻ പ്രയാസമാണ് എന്ന് സഭാപണ്ഡിതന്മാരും പിതാക്കന്മാരും മനസ്സിലാക്കി. അതായത് ഈ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ മേഖലയെ പലപ്പോഴും സംശയാസ്പദമായിട്ട് തന്നെയായിരുന്നു സഭാ പണ്ഡിതന്മാർ കണ്ടിരുന്നത്. എങ്കിലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, സകല സൃഷ്ടവസ്തുക്കളിലും വെച്ച് പരമവിശുദ്ധമായി മറിയം സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ഈ ആന്റണി നെല്ലിക്കാട്ടച്ചൻ എഴുതിയപ്പോൾ പറ്റിപ്പോയതാണോ,
ഇനി അച്ചടിയിൽ വന്ന് മിസ്സിംഗ് ആണോ, എന്ത് തന്നെയാകട്ടെ, അനേക കോപ്പികൾ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഈ പുസ്തകം, നമുക്കറിയാം ഒരു പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് എഴുതി കഴിഞ്ഞാൽ ഇതിന് സന്ദേശം എഴുതുന്ന വ്യക്തികളുണ്ട്. ഈ പുസ്തകത്തിന് സന്ദേശം എഴുതിയിരിക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് വരാപ്പുഴ രൂപതയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിട്ടുള്ള ഫാദർ വിൽസൺ CM ഉണ്ട്. ഇങ്ങനെ പലരും ഇത് വായിച്ചു നോക്കി ക്ലിയർ ചെയ്ത് എഴുതിയ ഒരു പുസ്തകം. അപ്പൊ എന്തായിരിക്കും ഇവർ വായിച്ചത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഇവിടെ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, മറിയത്തെ സ്നേഹിക്കുകയും മറ്റെന്തിനേക്കാളും ആരാധിക്കുകയും ചെയ്തു എന്നുള്ളത്. ഞാൻ എന്തായാലും ആ ഒരു അച്ചടിപ്പശകിനെ കൂടുതലായിട്ട് എടുക്കുന്നില്ല. എങ്കിലും ഹൃദയത്തിൽ നിന്നാണോ, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണോ ഇത് എഴുതിയിരിക്കുന്നത്? അതായത് പലപ്പോഴും വണക്കം ആരാധനയായി പോയി കഴിഞ്ഞ ഈ കാലഘട്ടത്തിന്റെ ഹൃദയത്തിൽ നിന്നാണോ ആ വൈകാരികമായ തലം എഴുതി പോയിരിക്കുന്നത്, അതെയോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നെനിക്ക് അറിയത്തില്ല. എന്തു തന്നെയായാലും നമുക്കത് വിടാം. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ 7-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും പല ആളുകളുടെയും വൈകാരികമായ ചില ഇമോഷണൽ ഫീലിംഗ് ആണ് ഈ ഒരു അമലോത്ഭവത്തിന്റെ ആദ്യ പടികൾ. എങ്കിലും 1854 9-ാം പിയൂസ് പാപ്പ ഇത് ഒരു സിദ്ധാന്തമായി, ഒരു ഡോഗ്മയായി തന്നെ പ്രഖ്യാപിച്ചു എന്ന് തന്നെ ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. യേശുവിന്റെ അമ്മ മാതാവ് ലോകത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ സ്വർഗത്തിലിരിക്കുന്ന യേശുവിന്റെ അമ്മ മാതാവിനെ സ്വർഗത്തിലായിരിക്കുകയോ അല്ലാതിരിക്കുകയോ, അമലോത്ഭവം ആയിരിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ രക്ഷയ്ക്ക് ഇതേതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഓരോ വിശ്വാസിയും പരിശോധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുക. അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. സഭ, അത് നിക്യ സൂരകദോസിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം, സഭ ഏകമാണ്, അത് വിശുദ്ധമാണ്, അത് കാതോലികമാണ്, അത് അപ്പസ്തോലികമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ 4 കാര്യങ്ങളിൽ നീ ഇല്ലെങ്കിൽ നീ പുറത്താണ് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് ഈ ഒരു വിഷയത്തെ കൂടെ പരിശോധിച്ച് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ മാത്രമാണോ ഏകം? ആ കത്തോലിക്കം എന്ന് പറയുന്ന വാക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടെ നമ്മൾ അറിയണമെങ്കിൽ ഇത് മറ്റൊരു പുസ്തകം, തിരുസഭാ ചരിത്രം. ഈ തിരുസഭാ ചരിത്രം ഡോക്ടർ സേവ്യർ കൂടപ്പുഴ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ 47-ാമത്തെ പേജിൽ തിരുസഭാ ചരിത്രം പാശ്ചാത്യ സഭാചരിത്രം മാത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ വായിച്ചു പോവുകയാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ തിരുസഭ അറിയപ്പെട്ടിരുന്ന പ്രമുഖ ജനപദങ്ങളിലെല്ലാം ചെന്നെത്തുകയുണ്ടായി. പാലസ്തീനിയായാലും റോമൻ സാമ്രാജ്യത്തിലും ഉൾപ്പെടുന്നത് കൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും അത് സാമ്രാജ്യ തലസ്ഥാനമായ റോമിൽ എളുപ്പം ചെന്നെത്തി. ഒരുപക്ഷെ ഭാരതത്തിലായിരിക്കണം റോമാ സാമ്രാജ്യത്തിൽ നിന്നും പുറത്ത് ഏറ്റവും ആദ്യം സുവിശേഷം എത്തിയത്. ഭാരതത്തിന് പുറത്തുള്ള സുറിയാനി സഭകളുമായി മർത്തോമാ ക്രിസ്ത്യാനികൾ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. സെലൂഷ്യ, സെസിഫോൺ കേന്ദ്രീകരിച്ച് വളർന്ന പൗരസ്ത്യ സഭയ്ക്ക് അസീറിയ, കാൽസിഡോണിയൻ സഭയ്ക്ക് മറ്റ് അപ്പസ്തോലിക സഭകൾക്ക് എന്ന പോലെ ഐശ്വര്യമാർന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സഭ റോമാ സാമ്രാജ്യത്തിന് പുറത്തായിരുന്നതിനാൽ സഭാചരിത്രം എഴുതിയ പലർക്കും ഈ അപ്പസ്തോലിക സഭ അജ്ഞാതമായിരുന്നു. തിരുസഭ എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിലെ സഭകൾ മാത്രമായിട്ടാണ് പലരെ സംബന്ധിച്ചു. സേവ്യർ കൂടപ്പുഴ അച്ഛൻ ഈ ഒരു കാര്യത്തിൽ എഴുതുമ്പോൾ തിരുസഭ എന്ന് പറഞ്ഞാൽ, സഭ ഏകമെന്ന് പറഞ്ഞാൽ, സഭ സാർവത്രികമെന്ന് പറഞ്ഞാൽ, സഭ ഹോളി എന്ന് പറഞ്ഞാൽ, സഭ കാതോലികം എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇന്ന് റോമൻ സഭ മാത്രമാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ എന്ന് അപരനാമത്തിൽ കൂടെ നമ്മൾ അറിയപ്പെടുന്ന ഈ റോമൻ സഭ മാത്രമാണ്, ഈ 24 റീത്തുകൾ മാത്രമാണ് ഏക സഭ, ഏകമെന്ന് പറയപ്പെടുന്ന സഭ എന്ന് പലരും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമായ റിസർച്ച് ചെയ്ത റോമിൽ നിന്നും ഈ പുസ്തകം എഴുതിയിരിക്കുന്ന പ്രൊഫസർ റവറൻ ഡോക്ടർ സേവ്യർ കൂടപ്പുഴ അച്ഛൻ അദ്ദേഹത്തിന്റെ തിരുസഭാ ചരിത്രത്തിൽ 47-ാമത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ്. ഈ ഒരു ഏകമെന്ന് പറയുന്ന സഭ ഇതൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന റോമൻ സഭ മാത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, പൗരസ്ത്യ സഭകളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഇപ്പോഴും പല പാശ്ചാത്യരും അജ്ഞരാണ്. നമ്മുടെ ബാബു ലൂക്കോസ് ചേട്ടനെ പോലെ തന്നെ പലരും ഇക്കാര്യത്തിൽ അജ്ഞരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുക. റോമാ സാമ്രാജ്യം പിന്നീട് കിഴക്കും പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ടു.
പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിനുള്ളിലെ സഭകൾ പൗരസ്ത്യ സഭകളെന്നും പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിനുള്ളിലെ സഭ പാശ്ചാത്യ സഭയെന്നും, അതിനുശേഷം സേവ്യർ കുടപ്പുഴച്ചൻ പൗരസ്ത്യ സഭയുടെ ആദിമ കാലത്തുള്ള വളർച്ചയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, വളരെ കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇനി 781 ചൈനയിൽ സമ്മേളിച്ച സൂനകദോസിനെ കുറിച്ചും അതിൽ സംബന്ധിച്ച 70ഓളം വൈദികരെ കുറിച്ചും ഇങ്ങനെ 27 അതിരൂപതകളും 200 മെത്രാന്മാരും ഉണ്ടായിരുന്ന പൗരസ്ത്യ സുറിയാനി സഭയെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ തെളിവുകളെക്കുറിച്ചും വളരെ വാചാലനായിക്കൊണ്ട് അദ്ദേഹം ഈ ചരിത്ര പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുക. നമ്മുടെ പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സഭ ഏകമെന്ന് പറയുമ്പോൾ അത് കത്തോലിക്ക സഭ മാത്രമാണ്, മറ്റൊന്നുമില്ല, ഈ പറയുന്ന 24 റീത്തുകൾ മാത്രമാണ്, മറ്റൊന്നും ഇതിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ സഭ പ്രഖ്യാപിക്കുന്ന ഡോഗ്മകൾ ഒരുവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ സഭയ്ക്ക് പുറത്താണ്, കർത്താവ് ക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് പുറത്താണ് എന്ന് നമ്മുടെ ബാബുച്ചേട്ടനെ പോലെയുള്ള ചില സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത, പുസ്തകങ്ങളെക്കുറിച്ച് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ചില വ്യക്തികൾ പറഞ്ഞു വെക്കുന്നത് തികച്ചും സങ്കടകരമാണ്. അതിനുശേഷം കുടപ്പുഴച്ചൻ എഴുതി വെക്കുന്ന വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. ചരിത്രം മിക്കപ്പോഴും വിജയിക്കുന്നവരുടെ വീരഗാഥകളാണെന്ന് ചൊല്ല് തീർത്തും അസ്ഥാനത്തല്ല. അതായത് കാതോലികം എന്ന വാക്കിനെ കത്തോലിക്ക സഭ എന്നാക്കി മാറ്റിയ, അതായത് സാർവത്രികം എന്ന അർത്ഥത്തിൽ കാതോലികം എന്ന് ഉപയോഗിച്ചിരുന്ന ആ വാക്കിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന റോമൻ സഭ മാത്രമാണ്, പാശ്ചാത്യ സഭ മാത്രമാണ് കത്തോലിക്ക സഭ, മറ്റൊന്നും കാതോലികമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പിനെ അച്ഛൻ എടുത്തു പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ്? ചരിത്രം മിക്കപ്പോഴും വിജയിക്കുന്നവരുടെ വീരഗാഥകളാണെന്ന ചൊല്ല് തീർത്തും അസ്ഥാനത്തല്ല. അതിവിടെയും അസ്ഥാനത്തല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയും അത് തന്നെയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. വിജയികൾ മഹത്വ പ്രഘോഷണത്തിനായി ചരിത്രം ചമയ്ക്കുമ്പോൾ പരാജിതർ ഒന്നും രേഖപ്പെടുത്താൻ പോലും തയ്യാറാകില്ല. പരാജിതരുടെ നേട്ടങ്ങൾ രേഖകളെയും ഉന്മൂലനം ചെയ്യുകയായിരിക്കും. വിജയിക്കുന്നവരുടെ ശ്രദ്ധയും ഉദയംപേരൂർ കോൺസ്റ്റന്റിനോപ്പിൾ സംഭവിച്ചതും മറ്റൊന്നുമല്ല എന്ന് അച്ഛനിത് അവിടെ പറഞ്ഞു വയ്ക്കുക. അതായത് വിജയിക്കുന്നവർ പരാജയപ്പെടുന്നവരുടെ ചരിത്രങ്ങൾ നശിപ്പിക്കുകയും ഒരുപക്ഷെ പാവപ്പെട്ട അവർ വലിയ ചരിത്രങ്ങളൊന്നും എഴുതാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നതാകാം ഇത്തരക്കാരുടെ ഇത്തരം തെറ്റായ പ്രബോധനങ്ങളും പരസ്യപ്പെടുത്തലിൻ്റെയും കാരണമെന്ന് അച്ഛൻ പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവർ, ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളുള്ള വ്യക്തികളിൽ നിന്നും അവരുടെ വിശ്വാസം തകർക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പലപ്പോഴും. പക്ഷേ പല കാര്യങ്ങളും സത്യത്തെ ലോകത്തിന് അറിയിക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ചില തെറ്റായ വശങ്ങൾ സഭയെ, വിശ്വാസികളെ നശിപ്പിക്കുമ്പോൾ, തെറ്റായ പ്രബോധനങ്ങളിലൂടെ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത, അപ്പസ്തോലികമായ പാരമ്പര്യങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പാവപ്പെട്ട വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് സത്യത്തെ ഈ പാവപ്പെട്ട വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ടത് പോലും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വരുമ്പോൾ ഇത് ചെയ്യാതിരിക്കുക ഒരിക്കലും പ്രായോഗികമല്ല എന്നുള്ളതാണ് സത്യം. തിരുസഭാ ചരിത്രം തന്നെ 920 പേജ് നമ്പർ 920 അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം, സൂനകദോസ് കഴിഞ്ഞതിന് ശേഷം, ഉദയംപേർ സൂനകദോസിനെ കുറിച്ചാണ് പറയുന്നത്, മെത്രാപ്പോലിത്ത ദേവാലയങ്ങൾ സന്ദർശിച്ചു. പള്ളി വിസീത്താക്കി വരുമ്പോൾ കൈവശമുണ്ടായിരുന്ന സുറിയാനി പുസ്തകങ്ങളെല്ലാം തന്നെ ഏൽപ്പിച്ചു കൊള്ളണമെന്ന് മെൻസിസ് കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് മഹറോൻ ശിക്ഷയ്ക്ക് കീഴിൽ തന്നെ. അങ്ങനെ ലഭിച്ച പുസ്തകങ്ങളിൽ ചിലത് റോസ് തിരുത്തി, ബാക്കിയുള്ളവ മെത്രാപ്പോലിത്ത ആഘോഷപൂർവം അഗ്നിക്കിരയാക്കി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഉദയംപേരൂർ സൂനകദോസിന് ശേഷം അനേക പുസ്തകങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയതിനെ കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് തിരുസഭാ ചരിത്രം എന്ന പുസ്തകം നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സേവ്യർ കുടപ്പുഴച്ചൻ തിരുസഭാ ചരിത്രം എന്ന പുസ്തകത്തിൽ ഈ കാര്യം വളരെ ചുരുക്കമായി എഴുതിയതിനു ശേഷം ഇതേ കാര്യം തന്നെ ഭാരത സഭാ ചരിത്രം എന്ന പുസ്തകത്തിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഉദയംപേരൂർ സൂനകദോസിന്റെ തീരുമാനങ്ങളും അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഭാരത സഭാ ചരിത്രം പേജ് നമ്പർ 456. ഇവിടെ പറയുന്ന കാര്യം, സൂനകദോസ് അവസാനിച്ചതിന് ശേഷം മെൻസിസ് വീണ്ടും പള്ളികൾ സന്ദർശിക്കാൻ തുടങ്ങി. തൻ്റെ സന്ദർശന വേളയിൽ നിരവധി സുറിയാനി ഗ്രന്ഥങ്ങൾ തിരുത്തി, ശേഷിച്ചവ ദഹിപ്പിച്ചു. മലങ്കര മെത്രാന്മാരുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലിയിലെ പ്രാർത്ഥനാലയത്തിൽ സൂക്ഷിച്ചിരുന്ന അനവധി അമൂല്യ രേഖകളും ഗ്രന്ഥങ്ങളും
ഇക്കൂട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഈ ക്രൂരമായ അസഹിഷ്ണുതയ്ക്ക് യാതൊരുവിധ നീതീകരണവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക. നമ്മൾ പരിശോധിക്കുക, ഇവിടെ ഇങ്ങനെ ചരിത്രങ്ങൾ നശിപ്പിച്ചുകൊണ്ടും രേഖകൾ നശിപ്പിച്ചുകൊണ്ടും പുസ്തകങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടും നമ്മളെ ചില അടിമത്തത്തിന്റെ കീഴിലേക്ക്, ഇതാണ് പൂർണ്ണം, ഇതാണ് ഏകം, ഇതാണ് വിശുദ്ധം, ഇതാണ് കാതോലികം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മളുടെ പൂർവ്വ പിതാക്കന്മാരെ നമ്മൾ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത്. സഭ ഏകമെന്ന് പറയുകയും ആ സഭ ഈ റോമൻ സഭ മാത്രമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വാസ്കോഡഗാമയ്ക്ക് മുൻപുള്ള, അദ്ദേഹത്തിന്റെ വരവിന് മുൻപുള്ള 16-ാം നൂറ്റാണ്ടിന് മുൻപുള്ള നമ്മുടെ പൂർവികർ ഏകദേശം 16 നൂറ്റാണ്ടുകളിൽ ഈ തോമാസ് ലീഗയുടെ വരവോടുകൂടെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിനെതിരെ, അതിൻ്റെ അടിവേരുകൾക്കെതിരെ നമ്മൾ കത്തിവെക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ പൂർവികർ പൂർണ്ണമായും മോശക്കാരാണെന്നും അവരുടെ വിശ്വാസം തീർത്തും അപഹാസ്യമാണെന്നും നമ്മൾ പരസ്യമായി വിളിച്ചു പറയുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എങ്കിൽ അവരുടെ പരസ്യമായ, അവരുടെ അമൂല്യമായ രേഖകൾ നശിപ്പിക്കുകയും സഭ ഏകമെന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ ആ സഭ കാതോലികം എന്നുള്ളത് അത് പാശ്ചാത്യ പൗരസ്ത്യ സഭകളും അപ്പസ്തോലിക സഭകളെല്ലാം കൂടി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രിസ്തു സ്ഥാപിച്ച സഭയെ തിരിച്ചറിയാതെ ആ സഭയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതോ ഒരു ഡിനോമിനേഷനെ മാത്രം എടുത്തു വെച്ച് ഈ റോമൻ സഭ മാത്രമാണ്, അത് കാലാന്തരത്തിൽ പ്രഖ്യാപിക്കുന്ന സകല വൃത്തികേടുകളും എന്ത് വിശ്വാസത്തിനാകട്ടെ, എന്ത് വൈകാരിക തലത്തിലാകട്ടെ, അത് വിശ്വസിക്കാൻ ഏതൊരു വിശ്വാസിയും കടപ്പെട്ടവരാണെന്ന് അന്ധമായി പ്രഖ്യാപിക്കുമ്പോൾ, അത് അന്ധമായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. സത്യം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ. ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു സാധാരണ വിശ്വാസിക്ക്, ലളിതമായ വിശ്വാസ ജീവിതത്തിൽ കഴിയുന്ന ഒരു വിശ്വാസിക്ക് പലപ്പോഴും ഇടർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ എനിക്കുള്ളൂ. പ്രിയമുള്ളവരെ, സഭയിൽ തന്നെ, വിശ്വാസികളുടെ ഇടയിൽ തന്നെ, അധികാരികളുടെ ഇടയിൽ തന്നെ പലപ്പോഴും ദുർബലരായിട്ടുള്ള, വിശ്വാസമില്ലാത്ത പുഴുക്കുത്തുകൾ കയറിപ്പറ്റുകയും തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ നോക്കിയിട്ടല്ല നിന്റെ വിശ്വാസം വളർത്തേണ്ടത്, ക്രിസ്തുവിനെ നോക്കിയിട്ടായിരിക്കണം നമ്മുടെ വിശ്വാസം, ശ്രേഷ്ഠമായ ഈ വിശ്വാസം നമ്മൾ നിലനിർത്തേണ്ടത്. അതുകൊണ്ട് ഞാനിത് പറയുന്നതൊന്നും ഒരിക്കലും ഒരു വ്യക്തി പോലും ഈ കത്തോലിക്ക സഭയിൽ നിന്നും മാറിപ്പോകണം എന്നൊരു വിശ്വാസത്തിലല്ല. യാതൊരു വിധത്തിലും ഒരൊറ്റ വിശ്വാസി പോലും ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പുതിയതായ ഒരു സഭ ഉണ്ടാക്കുകയോ ഏതെങ്കിലും ഒരു സഭ ശ്രേഷ്ഠമാണെന്ന് കരുതുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പകരം ഏത് തന്നെയായാലും ക്രിസ്തു സ്ഥാപിച്ചത് കർത്താവിന്റെ ശരീരമാകുന്ന സഭ, അവൻ അനുദിനം സഭയോട് കൂട്ടിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഈ സഭയുടെ അംഗമായേക്കാം. കാലാന്തരത്തിൽ വന്നുവിട്ടിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെയോ പിതാക്കന്മാരുടെയോ അധികാരികളുടെയോ കുറവുകളെയോ കുറ്റങ്ങളെയോ അവർ ചെയ്തു വെച്ചിരിക്കുന്ന തിന്മകളെയോ കണ്ടിട്ട് ഈ സഭയിൽ നിന്ന് പുറത്തു പോകാനല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം അപ്പസ്തോലികമായ ആദിമ പാരമ്പര്യമുള്ള, അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഈ സഭയിൽ നിലനിന്നുകൊണ്ട് ഇങ്ങനെയുള്ള അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അത് ഞങ്ങളുടെ പാരമ്പര്യമല്ല എന്ന് പറയാനുള്ള ഒരു സ്വാഭാവികമായ ഒരു ധൈര്യം നമ്മുടെ മുൻപിൽ ഉണ്ടായിക്കൊണ്ട് ഈ വിശുദ്ധ ബൈബിൾ പറയുന്ന വിശ്വാസപരമായ ക്രിസ്തു നമുക്ക് തന്ന സത്യത്തെ പ്രൊമോട്ട് ചെയ്യാനും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഏതെങ്കിലും വ്യക്തികൾ കാലാന്തരത്തിൽ വന്നു പോയിട്ടുള്ളവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി അവഗണിച്ച് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയെ നോക്കാതെ ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകുവാൻ ഈ സഭയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശക്തി നമുക്ക് കർത്താവ് നൽകട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.